ഒപ്പനയും തിരുവാതിരയും കൈകൊട്ടിക്കളിയും വഞ്ചിപ്പാട്ടുമൊക്കെയായി ഒരു ഗംഭീര കലോത്സവം ആലപ്പുഴയിൽ ഇന്നലെ നടന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച വയോജന കലോത്സവം കാഴ്ചക്കാർക്കും മത്സരാർത്ഥികൾക്കും ഒരുപോലെ വേറിട്ട അനുഭവമായി. സരോജിനി ചേച്ചി വീണ്ടും നമുക്കായി ഒരു പാട്ട് പാടുകയാണ്. 91 വയസ്സുള്ള വളവനാട്ടുകാരി സരോജിനി പതറുന്ന ശ്വാസഗതിയെ കൂട്ടുപിടിച്ചാണ് ഗാനം ആലപിച്ചു തീർത്തത്. കാണികളായി ഭൂരിഭാഗവും 60 വയസ്സിനു മുകളിലുള്ള അമ്മമാരും. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മത്സരവേദിയിൽ കണ്ടത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ കാണുന്ന മത്സര പോരാട്ടം. തനത് ഗ്രാമീണ കായിക മത്സരങ്ങളും ആനന്ദം എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന കലോത്സവത്തിന്റെ ഭാഗമായി. എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു പഴയ സ്കൂൾ കലോത്സവ വേദിയിലേക്ക് മറന്നുപോയി. കളിച്ചിട്ടുണ്ട്, തിരുവാതിരയൊക്കെ കളിച്ചിട്ടുണ്ട്. നല്ല പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, തിരുവാതിരയൊക്കെ കളിച്ചിട്ടുണ്ട്. വിവിധ സാഹചര്യങ്ങളാൽ തങ്ങൾക്ക് നഷ്ടമായ കലോത്സവ വേദികളെ വാർദ്ധക്യത്തിലും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വേദിയിൽ പ്രകടമായിരുന്നു. കുറേ നാളായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്, പിന്നെ ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ട്, പിന്നെ അങ്ങനെ വിളിക്കുന്നിടത്തൊക്കെ ഞങ്ങൾ പോയി കളിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ വയസ്സായി കഴിഞ്ഞാൽ തുടങ്ങിയാലാണിത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രായത്തിൽ ഞങ്ങളിങ്ങനെ ഈ പരിപാടി പ്രോഗ്രാം കൊണ്ടു നടക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. കാരണം ചെറുപ്പത്തിൽ കിട്ടാത്തത് ഇപ്പം ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ, ഈ 70 വയസ്സ് ഉള്ള പ്രായത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇത്രയും പേർക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ ഇവരെ ചേർത്തു പിടിക്കുന്ന കലാപ്രകടനങ്ങൾ വേദിയിലേക്ക് എത്തിക്കാനുള്ള ജില്ലാ പഞ്ചായത്തിന്റെയും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തീരുമാനത്തിന് പിന്തുണയുമായി നാട്ടുകാരും ഒപ്പം നിന്നു. നമ്മളിപ്പോൾ വയോജന നയം എന്ന പുതിയ വയോജന നയം പ്രകാരം വയോജനങ്ങൾക്ക് വേണ്ടത് അവർക്ക് മാനസിക ഉല്ലാസമാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ഇങ്ങനെ ഒരു വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയത്. ഇന്നത്തെ ഇപ്പോൾ 2 ദിവസമായിട്ട് നടന്ന കലാമേളയിൽ വിവിധങ്ങളായ മത്സരങ്ങൾ, കവിതാ പാരായണം, ലളിതഗാനം, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, അതുപോലെ സമൂഹഗാനം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ഇങ്ങനെയുള്ള പല മത്സരങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ ലളിത ചക്രപാണി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വയോജന കലാതിലകമായി. മണ്ണഞ്ചേരി പഞ്ചായത്ത് സ്വദേശി ദാസപ്പൻ നായർ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വയോജന കലാപ്രതിഭയായും തെരഞ്ഞെടുത്തു. 35 പോയിന്റോടെ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 1-ാം സ്ഥാനവും 34 പോയിന്റോടെ മണ്ണഞ്ചേരി പഞ്ചായത്ത് 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. 2 ദിവസങ്ങളിലായി 400ഓളം കലാകാരന്മാർ കലോത്സവത്തിന്റെ ഭാഗമായി. ന്യൂസ് മലയാളം, ആലപ്പുഴ.